ഓരോ ദിവസവും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ അലട്ടാനുണ്ടാവും. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാർ നമ്മളെ പറ്റി അതും ഇതും ഒക്കെ പറഞ്ഞു നടക്കുന്നുവെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരവസ്ഥ. നമ്മൾ വിശ്വസിച്ച ആൾക്കാരിൽ നിന്ന് നമുക്കുണ്ടാവുന്ന തിക്താനുഭവങ്ങൾ, ഹ്യൂമിലിയേഷൻ, ഡിസ്റെസ്പെക്ട്, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ, പിന്നെ ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറെ ആളുകളില്ലേ, അവരെ കൊണ്ടിട്ടുള്ള തലവേദന ഒന്നും പറയണ്ട. അപ്പൊ നമുക്ക് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, നത്തിങ് അഫക്ട്സ് മീ, അങ്ങനെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എന്തോന്നു പറ്റും, ഉറപ്പായിട്ട് പറ്റും കേട്ടോ. എങ്ങനെയാണ് നത്തിങ് അഫക്ട്സ് മീ, ഐ എം സോ കൂൾ, അങ്ങനെ ജീവിക്കാൻ പറ്റുക? നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഇമോഷണൽ ഡിസിപ്ലിൻ ആണ്. ഇമോഷണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതിനെയാണ് ഇമോഷണൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സാധാരണ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം എല്ലാ കാര്യത്തിനും നമുക്ക് ഒന്ന് കയറി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഒരു പ്രതികരണമൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഡിസിപ്ലിൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും, അങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന്. പക്ഷേ അധികം ആരും ചിന്തിക്കാത്തതും പ്രാക്ടീസ് ചെയ്യാത്തതും, എന്നാൽ പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഡിസിപ്ലിൻ. നമ്മുടെ കയ്യിലാണ് നമ്മുടെ പവർ, എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത്. There is a difference between reaction and response. നമുക്ക് റെസ്പോൺസ് കൊടുത്താൽ മതി, നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കാര്യത്തിനും കയറി റിയാക്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആരും ഒന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നമ്മുടെ എനർജി നമ്മൾ തന്നെ ഡ്രെയിൻ ചെയ്ത് കളയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യം കൊണ്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്യണം? ഇമോഷണൽ ഡിസിപ്ലിൻ. അതായത് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, ഓൾവേസ് എക്സ്പെക്ട് ആക്ടിനെസ് എന്ന് പറയും. അതായത് നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും വിചാരിച്ചാൽ പറ്റില്ല. എല്ലാവരും അവരുടെ സ്ട്രഗിൾസിലാണ്, എല്ലാവരും ഓരോ യുദ്ധഭൂമിയിലാണ്. ശരിക്കും ആ യുദ്ധഭൂമി നമുക്ക് ഇൻവിസിബിൾ ആണെന്നേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കല്ലേ അറിയാവോ? അതുപോലെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ. പോരാത്തതിന് പലർക്കും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിന് അവരവരുടേതായിട്ടുള്ള ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റീസൺസ് അവരവർക്ക് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ പീസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലൊന്നുമല്ല. അപ്പൊ നമ്മുടെ കൺട്രോളിലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം, അതിന് നമുക്ക് സമാധാനം കണ്ടെത്താം. അപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള, പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ സമാധാനത്തെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്യാണ്. നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കണം, ഇവിടെ നമ്മുടെ ഒരു പ്രതികരണത്തിന്റെ, അതായത് ഒരു റെസ്പോൺസിന്റെ ആവശ്യമുണ്ടോ? റിയാക്ഷന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. ഒരു കാര്യത്തിൽ നമ്മൾ റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, റിയാക്ഷന് പോകേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഒരു റെസ്പോൺസ്, ഈ ഒരു സാഹചര്യം എന്റെ ഒരു റെസ്പോൺസ് അർഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്റെ ഒരു റെസ്പോൺസ് അർഹിക്കുന്നുണ്ടോ? നമ്മൾ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പവർലെസ് ആയിപ്പോ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ കുറിച്ച് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള ജലസി ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒരു എനിമിയായിട്ട് കണക്കാക്കുന്ന ആളായിരിക്കാം കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല ഓരോരുത്തരുടെയും മനസ്സിൽ. നമ്മുടെ മുൻപിൽ നമുക്ക് ചിലപ്പം ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, അവർ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷെ ഉള്ളില് എങ്ങനെയായിരിക്കും? ഞാൻ മുൻപ് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, അതിലെ ഒരു കഥാപാത്രം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എന്റെ മിത്രങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് കെയർ ചെയ്തോളണേ, എന്റെ ശത്രുക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. അതായത് നമ്മൾ
ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർക്കായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാനുള്ള പവറും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താണ് ഒന്നും അല്ലാതാക്കി തീർക്കുന്നതും ഒക്കെ നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ്. ശത്രുക്കളെ കുറിച്ച് നമ്മളെപ്പോഴും അലർട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കാലിബർ ഉണ്ടായിരിക്കും നമുക്ക് എങ്ങനെ എവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ സൈലൻസ് എപ്പോഴും നമ്മളെ കുറിച്ച് നെഗറ്റീവ് ഇന്റൻഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ജനിപ്പിക്കാൻ കാരണമാവും. അതായത് ആളുകൾ എപ്പോഴും നമ്മുടെ ഒരു റിയാക്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു റിയാക്ഷൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കപ്പെടും, അവര് ഓവർ തിങ്ക് ചെയ്യും, നമ്മുടെ സൈലൻസിനെ പലതരത്തിൽ അവര് ഇന്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കും, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും, അവരാകെ കൺഫ്യൂസ്ഡ് ആവും. ഫൈനലി അവർക്ക് അവരുടെ എനർജി തന്നെ ഡ്രെയിൻ ചെയ്യപ്പെടുകയും നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. നമ്മുടെ പോയിന്റ് അല്ലെങ്കിൽ എന്റെ ഭാഗം ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് എനിക്ക് എന്റെ സമാധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, നമ്മളായിരിക്കും ശരി, പക്ഷെ അത് മനസ്സിലാക്കാത്ത ഒരാളോട് പോയിട്ട് എന്റെ ശരികൾ പോയിട്ട് സമർത്ഥിച്ച് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അഥവാ എന്തെങ്കിലും കിട്ടി, നമ്മൾ വലിയ ആളായി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായി, അങ്ങനെയൊക്കെ വിചാരിക്കുന്നതൊക്കെ നമ്മുടെ മിഥ്യാധാരണകളാണ്. എല്ലാവരും അവരവരുടെ കുറെ കാര്യങ്ങളുമായിട്ട് അവരവരുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ ഇമോഷണൽ ഡിസിപ്ലിൻ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാ കാര്യത്തിനും റെസ്പോൺസ് കൊടുക്കാനൊന്നും പോവാതെ നമ്മുടെ പോയിന്റ്സ് ഒക്കെ ശരിയാണ് എന്ന് തെളിയിക്കാതെ നമ്മുടെ മനസ്സമാധാനം നോക്കി നമ്മുടെ കാര്യം നോക്കി സമാധാനത്തോടെ ഇരുന്നാല് എന്താണ് റിസൾട്ട്? നമ്മുടെ മനസ്സ് ക്ലിയർ ആവും, ഒരു ക്ലാരിറ്റി ഉണ്ടാവും, ഒരു തെളിഞ്ഞ ആകാശം പോലെ ആവും. കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ആരെ എവിടെ നിർത്തണം എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടും. ഇന്ന ആളുടെ യഥാർത്ഥ സ്വഭാവം ഇതാണ്, അല്ലെങ്കിൽ ഇന്നയാള് എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇതാണ്, നമുക്ക് ഇവിടെ നിർത്തിയാൽ, അതായത് ഒരു കൈയകലത്തിൽ ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ അത് നമുക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മുടെ മനസ്സെത്തുന്നു. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നു. ഇനി നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് വരുന്നു. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ സൈലൻസിൽ, അതായത് മറ്റുള്ള ആൾക്കാർ നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, നമ്മളെ പറ്റി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം, നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരും. നമുക്ക് എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, എന്റെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ ഒരു അറിവ് വർദ്ധിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സൈലന്റ് ഗ്രോത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. പകരം നമ്മൾ ഈ പറയുന്ന ഇമോഷൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ ഏറ്റെടുത്ത് നമ്മളൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയി വിഷമിച്ച് സങ്കടപ്പെട്ട് ഉറങ്ങാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, നമ്മുടെ ജോലികൾ ശരിയായിട്ട് ചെയ്യാൻ പറ്റാതെ ഒക്കെ നമ്മൾ ഇരുന്ന് കഴിയുമ്പം നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല. നമുക്ക് നമ്മുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനോ നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനോ ഒന്നും പറ്റാത്തൊരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇതൊന്നും അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്, സൈലന്റ് ഗ്രോത്ത്. ഈ സൈലന്റ് ഗ്രോത്തിനെക്കാളും വലിയൊരു റിവഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടിനെക്കാളും വലിയൊരു റിവഞ്ച് നമുക്ക് അവർക്ക് കൊടുക്കാനേ ഇല്ല. ഫൈനലി ഇതിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നമ്മളെ ഇത്രയും എന്താണ് നമ്മുടെ മനസ്സിനെ ഇത്രത്തോളം സ്ട്രെസ്ഫുൾ ആക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് ഇരുന്നതെല്ലാം നിഷ്ഫലമാവുക അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു മെന്റാലിറ്റി ഇൻകൾക്കേറ്റ് ചെയ്തെടുത്താല്, അതായത് ഒന്നും എന്നെ അഫക്ട് ചെയ്യുന്നില്ല, ഐ എം കൂൾ, ഐ എം ഡിറ്റാച്ച്ഡ്, എനിക്ക് ആരെയും ഒന്നിനെയും പക്ഷെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ കെയർ ചെയ്യുന്നില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ഞാനേ ഉള്ളൂ, അല്ലാതെ മറ്റൊരാൾ വന്ന് നമുക്കത് ചെയ്തു തരും എന്ന് വിചാരിച്ചിരിക്കാതെ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്റെ മനസ്സ് ക്ലിയർ ആണ്, എനിക്ക് ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഒരു ഗ്രോത്ത് അത് സൈലന്റ് ആയിട്ടാണെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്, ഞാൻ ഇന്നത്തെക്കാളും ഒരു പടി ബെറ്റർ ആണ് എന്നുള്ള നിലയിലെത്തി ഫൈനലി നമുക്കതിൽ നിന്നൊക്കെ ഒരു റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മളവിടെ വിജയിക്കുന്നത്. അപ്പോ ഇന്ന് മുതൽ നമുക്കത് നോക്കാം അല്ലെ. നമ്മുടെ ചുറ്റുമുള്ള ഒന്നും നമ്മളെ ബാധിക്കാൻ, നമ്മളെ അഫക്റ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഇന്ന് മുതൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ. അത് ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഇനി നാട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ,
ആരോ ആയിക്കോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല, ഞാൻ അനുവദിക്കാതെ എന്നെ ഒന്നും വിഷമിപ്പിക്കാനും പോകുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് നോക്കൂട്ടോ.